നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. IAS നേടിയെന്ന വ്യാജ അവകാശവാദം, കോളേജ് സ്വീകരണം, വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. മുഖ്യമന്ത്രിക്ക് പരാതി, അന്വേഷണത്തിന് DGPക്ക് കൈമാറി. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചതായി വ്യാജ അവകാശവാദം ഉന്നയിച്ച് കോളേജിൽ സ്വീകരണവും അനുമോദനവും ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനിക്കെതിരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമ നടപടി ഉണ്ടായിട്ടില്ലെന്ന പരാതിയുമായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിയെ സമീപിച്ചു. പരാതി തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായി സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ 2014 PG കോഴ്സിന് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനി തനിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചെന്ന അവകാശവാദം ഉന്നയിച്ചാണ് രംഗത്തെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിക്കായി ഊഷ്മളമായ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. ചടങ്ങിൽ വിദ്യാർത്ഥിനി അനുമോദനം ഏറ്റുവാങ്ങി മറുപടി പ്രസംഗവും നടത്തി. എന്നാൽ ദിവസങ്ങൾക്കകം വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ അവകാശവാദം വ്യാജമാണെന്ന് വ്യക്തമായി. തുടർന്ന് അഭിനന്ദനം അറിയിച്ച് ക്യാമ്പസിലും റോഡരികിലും സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ കോളേജ് മാനേജ്മെന്റ് നീക്കം ചെയ്തിരുന്നു. ഈ നടപടി വ്യക്തമായ നിയമലംഘനവും ക്രിമിനൽ കുറ്റകൃത്യമാണെന്നും, എന്നാൽ സംഭവം നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വീകരണം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനി MA ഷഹനാസ് ആണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.